ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഗതിയാണ് ഈ ഒരു മെഷർമെൻറ്റ് ടേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ മാനുവലായിട്ട് അളക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ടേപ്പ് പിടിക്കാൻ രണ്ട് സൈഡിലും ആളുകളുടെ ഒരു ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇതുണ്ട്, ഈ ഒരു ലേസർ ടേപ്പാണ്. ഈ ലേസർ ടേപ്പിൻ്റെ ഉപയോഗം എന്താണ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് തന്നെ നമുക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. മെഷർമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേസർ ടേപ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു മാനുവൽ ടേപ്പിൻ്റെയും ഈ ലേസർ ടേപ്പിൻ്റെയും ആക്യുറസി രണ്ടും ഈക്വൽ ആണോ എന്ന് നമുക്ക് ആദ്യം അറിയണമല്ലോ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഈ ഭിത്തിയുടെ അങ്ങേയറ്റം തൊട്ടുള്ള ഒരു അളവ് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. അവിടെ മുതൽ ഇപ്പോൾ ഈ അളന്നിരിക്കുന്ന ഭാഗം വരെ വന്നിരിക്കുന്നത് 115 സെൻറ്റിമീറ്റർ, അതായത് 1.15 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലേസറിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ലേസർ ഇതുപോലെ കറക്റ്റ് വരുന്നു. ഇതിൻ്റെ ചുവട് മുതലുള്ള അളവാണ് വരുന്നത്. ഇതുണ്ടോ, ഇതിനകത്തും കറക്റ്റ് 1.15 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ശരിക്കുള്ള ഒരു അളവ് നിർത്തി നോക്കാം. കാരണം ഈ റൂമിൽ ജിപ്സം ബോർഡ് നിലവിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ജിപ്സം ബോർഡിൻ്റെ സീലിങ്ങിൻ്റെ അളവ് നമുക്ക് റൂം സൈസ് അനുസരിച്ച് നമുക്ക് എടുത്തു നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ലേസറിനകത്തെ കുറച്ച് ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ മെഷർ എന്നുള്ളതാണ്, ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മെഷർമെൻറ്റ് വരിക. അതതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങേയറ്റത്തെ ഭിത്തി വരെ ചെല്ല് കഴിയുമ്പോഴാണ് ഇത് മെഷർമെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2-3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇഞ്ചായി, ഇതും ഇഞ്ച് തന്നെ. ഇതിപ്പം ഫീറ്റായി, ഫീറ്റും ഇഞ്ചും കൂടിയുള്ളതായി. അടുത്തത് ഇത് ഫീറ്റ് തന്നെ, 5.58 ഫീറ്റ്. അടുത്ത് വരുന്ന മീറ്റർ 1.7 മീറ്റർ. അത് 3 ഡെസിമൽ, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കം കൂടെ വരണമെങ്കിൽ, അതായത് പക്ക ആക്യുറേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഈ പറഞ്ഞ 3 എണ്ണം വരുന്നത്. അടുത്തത് 2 എണ്ണം 1.7, അത്രയും മതിയെങ്കിൽ. അപ്പോൾ ഈ 3-4 യൂണിറ്റാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരളവ് ഇപ്പോൾ 1.7 എടുത്തു, അതിനുശേഷം നമുക്ക് ഒരു അളവും കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് പ്ലസ്സിൽ ഞെക്കുക. അതിനുശേഷം വീണ്ടും ഒന്നൂടെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതുണ്ടോ 1.7 പ്ലസ് 1.79. അപ്പം രണ്ടിൻ്റെയും കൂടെ ഉത്തരം നേരെ താഴെ വന്നു, 3.49. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണം കൂട്ടി എടുക്കാം. അപ്പം നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഇത് അളവെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ത്രികോണം പോലെ കണ്ടോ, ഇത് കാണുന്നത് നമുക്ക് ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കർണം, പാദം, ലംബം ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 അളവുകളാണ് കിട്ടേണ്ടത്, 3 സൈഡിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ഒരളവെടുത്തു, അത് 2.05 വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വേറൊരു അളവെടുത്തു, 2.05ഉം രണ്ടാമത്തെ സൈഡിൻ്റെ 1.92 വന്നു. അപ്പം മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കായിട്ടും 0.72. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ അത് മൂന്നാമത്തെ സൈഡ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ വരുന്നത് ഇതിൻ്റെ ലൈറ്റാണ്. ഇപ്പം നിലവിൽ ലൈറ്റ് ഓഫായി. കാരണം പകലെടുക്കുമ്പോൾ ഈ ലൈറ്റ് ഓഫാക്കി എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ചാർജ് കൂടുതലായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് രാത്രിക്കൊക്കെയാണ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ലൈറ്റ് ഓണാക്കി, ഈ ഒരു ടോർച്ചിൻ്റെ എംബ്ലം കണ്ടോ. ഇതൊക്കെയാണ് ഇതിനായിട്ട് മെയിനായിട്ട് ഉള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അടുത്തത് നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ലേസർ കൊണ്ട് ഒരു ഭിത്തിയിൽ നിന്നും മറ്റു സൈഡിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അളവെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ മുതലാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ മുതലാണെങ്കിൽ ഈ ഒരു സൈഡ് തൊട്ടാണ് ഇതിൻ്റെ അളവ് വരിക. അപ്പം ഇവിടെ വെക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈറ്റ് വരും കണ്ടോ. ആ ഒരു ലൈറ്റ് എവിടം വരെ ചെല്ലുന്നോ അതിൻ്റെ അളവാണ് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അളവ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3.48 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ഇപ്പം നിലവിൽ ഈ ഭിത്തിയുടെ ആ ഭിത്തി വരെയുള്ള അളവ് കിട്ടിയത്. 3.48 മീറ്ററാണ് ഇതിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലേസറിൻ്റെ അളവ് വരുന്നത് നമുക്ക് ഇതിൻ്റെ അടിവശം മുതലാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ആരോ കണ്ടോ, ഇതിൻ്റെ ഏറ്റവും അടിവശം മുതലാണ് സാധാരണ ഇതിൽ അളവ് വരുന്നത്. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ മുകളിൽ നിന്ന് അളവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതതിൻ്റെ മുകളിൽ നിന്നായി. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ആ ആരോ നേരെ മുകളിലാണ് ഇരിക്കുന്നത്. ആ ഒരു ബാറ്ററി പോലെയുള്ളതിൻ്റെ തൊട്ട് മുകളിലാണ് ഇതിൻ്റെ ആരോ നിൽക്കുന്നത്. ഒന്നുകൂടെ ആക്കി കഴിഞ്ഞാൽ
നേരെ സെൻറ്ററിൽ വന്നു, വീണ്ടും ഏറ്റവും അടിയിൽ തന്നെ വന്നു. നമുക്ക് നോർമലി നമുക്ക് യൂസ് വരുന്നത് ഏറ്റവും അടി മുതലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തറയിൽ നിന്ന് ഹൈറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്നു, ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടോ 3.23 ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലേസർ വെച്ച് ഈ രീതിയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് അളവെടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 60 മീറ്ററാണ്. ഏതാണ്ട് 180-200 അടി വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വെയിലത്തൊക്കെ കൂടുതൽ വെയിലുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ലൈറ്റ് ചെല്ലുന്നതിന് ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ചിലപ്പോൾ അത്രയും ഡിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ അകത്താണെങ്കിൽ, റൂമിൻ്റെ അകത്താണെങ്കിൽ നമുക്കിത് നല്ല ഡിസ്റ്റൻസ് കിട്ടും. അതുപോലെ തന്നെ ഹൈറ്റ് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ആരുടെ സഹായമില്ലാതെ ടേപ്പ് പിടിക്കാതെ തന്നെ നമുക്ക് അളക്കാൻ സഹായിക്കുന്ന നല്ലൊരു സാധനം തന്നെയാണ് ഇത്. ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഫ്രീമാൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിന് ഏതാണ്ട് 3500 രൂപ, അതായത് 2500 രൂപ മുതൽ 3500 രൂപ വരെയാണ് ഇതിൻ്റെ വിലയുള്ളത്. കാരണം ഇത് 40 മീറ്റർ, 60 മീറ്റർ, 100 മീറ്റർ അങ്ങനെ 2-3 കപ്പാസിറ്റിയിലാണ് ഇതിൻ്റെ ഉള്ളത്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഞാനൊരു 4-5 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 2 ബാറ്ററിയാണുള്ളത്. ഈ 2 ബാറ്ററി വെച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് കുറേ കാലം തന്നെ ഇതിൻ്റെ ബാറ്ററി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും അതുപോലെ തന്നെ അങ്ങനെ ഇൻറ്റീരിയർ വർക്ക്, അങ്ങനെ ജിപ്സം ബോർഡ്, പ്ലാസ്റ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. അപ്പോൾ ഈ ലേസർ മെഷർമെൻറ്റ് ടേപ്പിനെ പറ്റിയുള്ള ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.